മറൈജോയിൽ നടക്കാൻ പോകുന്ന റൈവറിയിലേക്ക് പങ്കെടുക്കാൻ വരുന്നുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം ലൂഫിയും ലോയാണെന്ന് മനസ്സിലാക്കുന്ന കൈഡോ ഒരു തുള്ളി പോലും വായയിലേക്ക് വെക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി. ഇപ്പൊ മുന്നോട്ട് പോകുന്ന അവർക്ക് കഴിക്കാനായിട്ടൊരു സാധനമില്ല. ഇങ്ങനെ വിശന്ന് വലഞ്ഞ് അവരെല്ലാവരും വോൾക്കേക്ക് ഐലൻഡ് ലക്ഷ്യമാക്കി പോകുന്നു. ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടും അവർക്ക് ഒരു ഐലൻഡ് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതിന്റെ കൂടെ ശക്തമായ കാറ്റും മഴയും തിരമാലയും പിന്നെ ലൂഫിക്കും ബാക്കിയുള്ളവർക്കും സഹിക്കാൻ പറ്റാത്ത വിശപ്പും. വിശന്നിട്ട് അവിടെ അവർക്കൊന്നും ചെയ്യാൻ പോലും കഴിയുന്നില്ല. എല്ലാ സമയവും എന്തെങ്കിലുമൊക്കെ ചളി അടിച്ചുകൊണ്ടിരിക്കുന്ന ബ്രൂക്കിന് പോലും വിശന്നിട്ട് അനങ്ങാൻ കഴിയുന്നില്ല. വിശപ്പ് കാരണം നാമിക്ക് വരെ ഷിപ്പിന്റെ കൺട്രോൾ നഷ്ടപ്പെടുമ്പോ ഉടനെ നമ്മുടെ ലൂഫി ഷിപ്പിന്റെ വീല് നേരെയാക്കി പിടിച്ചിട്ട് ഇല്ല, സമ്മതിക്കില്ല, ഈ വിശപ്പിന് ഞാൻ എന്നെ തന്നെ കൊല്ലാൻ വിട്ടുകൊടുക്കില്ല. എങ്ങനെയെങ്കിലും ഞാൻ സാഞ്ചിയെ രക്ഷിക്കും. എന്നിട്ട് അവനെ കൊണ്ട് എനിക്ക് വേണ്ടോളം ഭക്ഷണം ഞാൻ ഉണ്ടാക്കിപ്പിക്കും. സാഞ്ചി, എന്ത് ചെയ്തിട്ടാണെങ്കിലും നിന്നെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞ് ലൂഫി അലറി വിളിക്കുന്നു. ഇതേ സമയത്ത് കടലിന്റെ മറ്റൊരു ഭാഗത്ത് ബിഗ് മോമിന്റെ ഷിപ്പില് സാഞ്ചി വോൾക്കേക്ക് ഐലൻഡിലേക്ക് പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ മുന്നോട്ട് പോകുന്നതോറും ഒരുപാട് വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മഞ്ഞ് പോലെ താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുന്ന കോട്ടൺ ക്യാൻഡി, ബിഗ് മോമിന്റെ സംസാരിക്കുന്ന ഷിപ്പിന്റെ അകത്തുള്ള ഡോറ് മുതൽ എല്ലാ കാര്യങ്ങൾക്കും ജീവനുണ്ട്. അവര് മുന്നിലേക്ക് പോകുന്തോറും ബിഗ് മോമിന്റെ ഐലൻഡിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും തോറും അവരുടെ ഷിപ്പിലെ ട്രാൻസ്പോണ്ടർ സ്നെയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കോൾ ആവുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു ട്രാപ്പാണ്. പുറത്തുനിന്ന് ആരെങ്കിലും അവരെ അറിയാതെ അകത്തേക്ക് വരുമ്പോൾ ഈ ബിഗ് മോമിന്റെ ഐലൻഡിന് ചുറ്റുമുള്ള കടലിന്റെ അടിയിൽ ഈ ട്രാൻസ്പോണ്ടർ സ്നെയിൽ ട്രേസ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട്. അത് ബിഗ് മോമിന്റെ ആൾക്കാർക്ക് സിഗ്നൽ കൊടുക്കും. അങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ അവർ പിടിക്കപ്പെടും. സാഞ്ചി ഉള്ളത് ബിഗ് മോമിന്റെ കപ്പൽ ആയതുകൊണ്ട് മാത്രമാണ് അവർ കൂടുതലൊരു പ്രശ്നമില്ലാതെ മുന്നിലേക്ക് പോകുന്നത്. സാഞ്ചിയെ വോൾക്കേക്ക് ഐലൻഡിലേക്ക് കൊണ്ടുവന്ന കൂട്ടത്തിലെ ബിഗ് മോമിന്റെ ആൾക്കാരിലെ ഒരുത്തൻ സാഞ്ചിയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നു. ഒരു മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വന്നതാണെന്ന് തോന്നുന്ന ഇവന്റെ പേരാണ് ബാരൻ ടമാഗോ. അയാൾ സാഞ്ചിയുടെ അടുത്തേക്ക് വന്ന് എനിക്ക് തോന്നുന്നു നീ ഇപ്പൊ നിന്റെ മനസ്സെല്ലാം മാറ്റി കല്യാണത്തിന് തയ്യാറായെന്ന്. ജർമ്മ 66ഉം മമ്മയുടെ ഷവർലെറ്റ് ഫാമിലിയും ചേർന്നാൽ പിന്നെ ഒന്നും പറയാനില്ല, അടിപൊളിയല്ലേ. നിന്റെ പ്രിയപ്പെട്ട അച്ഛന് അത് ഒരുപാട് സന്തോഷമായിരിക്കും. അത് കേട്ട് സാഞ്ചിക്ക് ദേഷ്യം വന്നു. ആ നാറിയുടെ പേര് മിണ്ടി പോരുത്. എന്റെ ഈ ജീവിതത്തിൽ ഞാൻ ഒരാളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നുണ്ടെങ്കിൽ അത് അയാളായിരിക്കും. അയാളുടെ ആ വൃത്തികെട്ട മുഖം ഞാൻ ഇനി ഒരിക്കലും കാണില്ല എന്നാ വിചാരിച്ചേ. പിന്നെ അയാൾക്ക് വേണ്ടിയല്ല ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നേ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാൻ വേണ്ടിയാണ്. അപ്പൊ ടമാഗോ സാഞ്ചിയോട് അവൻ ഈസ്റ്റ് ബ്ലൂവിലെ ഒരു കുക്കായിരുന്നില്ലേ, അതുകൊണ്ട് അവന്റെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം ബിഗ് മോമിന് ഒരുപാട് ഇഷ്ടപ്പെടും എന്നിങ്ങനെയൊക്കെ പറയുമ്പോ സാഞ്ചി മിണ്ടാതിരിക്കടോ, എന്റെ ഈ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം അതെന്റെ ഫ്രണ്ട്സിനുള്ളത് മാത്രമാണ്. ഒരുപാട് ത്യാഗം സഹിച്ച് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊരു ഷെഫ് ആയത് അതെല്ലാം അവർക്ക് വേണ്ടിയാണ്. ഞാൻ ഈ സമയത്ത് അവരുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് അവര് വിശപ്പ് താങ്ങാൻ കഴിയാതെ കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പൊ ഈ കാര്യം കേൾക്കുന്ന ടമാഗോ സാഞ്ചിയോട് ഇതൊക്കെ എന്തൊരു മണ്ടത്തരമാണ് എന്നിങ്ങനെ പറയുമ്പോ സാഞ്ചി അയാളോട് തിരിച്ച് സ്വന്തം ക്രൂമേറ്റ്സിനെ തന്നെ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന നിനക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. ഈ സമയത്ത് ബേജിയുടെ ക്രൂവിലെ വീറ്റോ എന്ന് പറയുന്ന ഒരുത്തൻ സാഞ്ചി മാരേജ് ചെയ്യാൻ പോകുന്ന ബിഗ് മോമിന്റെ മകളുടെ ഫോട്ടോ അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നു. പക്ഷെ സാഞ്ചിക്ക് അവന്മാരോടെല്ലാം ഒടുക്കത്തെ ദേഷ്യം. ആ പെണ്ണിനി ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, നടക്കാത്ത കല്യാണത്തിന്റെ ഫോട്ടോ അവൻ കണ്ടിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് സാഞ്ചി ആ ഫോട്ടോ കാണണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വീറ്റോ നിർബന്ധിച്ച് അവനെ കൊണ്ട് ആ ഫോട്ടോ കാണിക്കുമ്പോഴവിടെ സാഞ്ചിയുടെ കിളി പറന്നുപോയി. അത്രയും ക്യൂട്ടായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ്. ലേഡീസ് പണ്ടേ സാഞ്ചിക്ക് ഒരു വീക്ക്നെസ് ആണല്ലോ. അതിന് എത്ര വില്ലൻ ക്യാരക്ടർ ആണെങ്കിലും സാഞ്ചി ഒന്ന് നോക്കിപ്പോവും. തുടർന്ന് സാഞ്ചി ഫോട്ടോ എല്ലാം കണ്ടു കഴിഞ്ഞ് അവന്റെ റൂമിലേക്ക് നടന്നു പോകുമ്പോ നേരത്തെ കണ്ട വീറ്റോ സാഞ്ചിയുടെ പുറകെ പോകുന്നു. കാരണം അവൻ ജർമ്മ 66ന്റെ വലിയൊരു ഫാനാണ്. ഈ ലോകം മുഴുവനും ജർമ്മ 66ന്റെ ഫേമസ് ആയ ഒരു കോമിക് ബുക്ക് ഉണ്ട്, സോറ ദ വാരിയർ ഓഫ് ദ സീ. അതിലെ വില്ലൻ ക്യാരക്ടേഴ്സ് ആണ് ഈ ജർമ്മ 66. അതിലെ ഹീറോസ് ആണ് വേൾഡ് ഗവൺമെന്റിന്റെ ആൾക്കാർ. ജർമ്മ 66ന്റെ ആൾക്കാർ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ വേൾഡ് ഗവൺമെന്റ് വരും, അവരെ തോൽപ്പിക്കും. അങ്ങനെയാണ് ആ കഥ പോകുന്നത്. എന്നാൽ വീറ്റോയെ പോലെയുള്ള കുറച്ച് പൈററ്റ്സിനെ ആ കോമിക് ബുക്കിലെ വില്ലന്മാരായ ജർമ്മ 66നെയാണ് ഇഷ്ടം. അവൻ അതിന്റെ വലിയൊരു ഫാനാണ്. നമ്മുടെ സാഞ്ചി ജർമ്മ കിങ്ഡത്തിലെ പ്രിൻസ് ആണല്ലോ, അതുകൊണ്ട് വീറ്റോ അവൻ ജർമ്മ 66ന്റെ വലിയൊരു ഫാനാണ്, തനിക്കത് വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ സാഞ്ചിയുടെ പുറകെ പോകുന്നു. പക്ഷെ ദേഷ്യത്തിലായിരുന്ന സാഞ്ചി ആവട്ടെ അവനെയും തെറി വിളിച്ച് റൂമിലേക്ക് നടന്നു പോകുന്നു. അപ്പൊ ബേജിയുടെ ക്രൂവിൽ ഉണ്ടായിരുന്ന ഗോട്ടി എന്ന് പറയുന്ന മറ്റൊരുത്തൻ ഈ ഒരു സംഭവം കണ്ടു. അവന് വീറ്റോയെ വലിയ കാര്യമാണ്. സാഞ്ചി വീറ്റോയെ ചീത്ത പറയുന്നത് കാണുമ്പോ ഗോട്ടിക്ക് ദേഷ്യം വന്നു. ദേഷ്യത്തോടെ വരുന്ന സാഞ്ചി അവന്റെ റൂമിലേക്ക് വന്നു. അവനെ വിടാതെ തന്നെ വീറ്റോ അവന്റെ പുറകിലൂടെ വന്നു. ആ റൂമിൽ തന്നെ സീസറിനെയും പൂട്ടി വെച്ചിട്ടുണ്ട്. ഉടനെ അവിടേക്ക് വരുന്ന ഗോട്ടി വീറ്റോയെ സാഞ്ചി ചീത്ത പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അവൻ സാഞ്ചിയെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുന്നു. അപ്പൊ ആ സമയത്ത് അവിടേക്ക് ബേജിയുടെ ഭാര്യ ഷിഫോൺ കയറി വന്ന് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന ഗോട്ടിയെ വിളിച്ചു. അവളെ കണ്ട ഗോട്ടി പേടിച്ചു വിറയ്ക്കുന്നു. ഗോട്ടി, സാഞ്ചി നമ്മുടെ ഗസ്റ്റ് ആണ്, ഇപ്പൊ നീ ചെയ്ത കാര്യം എങ്ങാനും ബേജി അറിഞ്ഞ നിന്റെ തല അവൻ എടുക്കും എന്ന് പറഞ്ഞ് ബേജിയുടെ വൈഫ് ഷിഫോൺ ഗോട്ടിയെയും ചീത്ത പറഞ്ഞ് അവന്റെ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവളെ കാണുന്ന സാഞ്ചിക്ക് അവിടെ ഇതിനു മുമ്പ് മറ്റെവിടെയോ വെച്ച് അവൻ അവളെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷേ സാഞ്ചിക്ക് അവളെ കൃത്യമായിട്ട് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ലൂഫിയും ടീമും വിശന്ന് വലഞ്ഞ ഒരു പരുവായി. അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ചുട്ടുപൊള്ളുന്ന വെയിലില് എല്ലാവരും കടലിലേക്ക് ചൂണ്ടയിട്ട് മീനിനെ പിടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു മീൻ പോലും അവരുടെ ചൂണ്ടയിൽ കൊത്തുന്നില്ല. അവർ പോകുന്ന ആ കടലിന് തന്നെ എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. ചൂട് കാരണം വെള്ളം തിളക്കിയാണെന്ന് തോന്നും, പക്ഷെ അത് പോയിസൺ ആണ്. ഈ കാര്യം അറിയാതെ മീനിന് വേണ്ടി ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന ലൂഫിയുടെ ചൂണ്ടയില് ഒരു വലിയൊരു മീൻ കൊത്തി. അതിനെ അവനും ബാക്കിയുള്ള എല്ലാവരും കഷ്ടപ്പെട്ട് വലിച്ചു
കയറ്റുന്നുണ്ട്. എന്നാൽ അതിന്റെ രൂപം കാണാൻ കഴിക്കാൻ പറ്റുന്നത് പോലെ തോന്നുന്നില്ല. അതിലെന്തെങ്കിലും പോയിസൺ അടങ്ങിയിട്ടുണ്ടോ എന്ന് അവർക്ക് സംശയമുണ്ട്. പക്ഷെ അത് കാണുന്ന ലൂഫിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഗായ്സ് ഇങ്ങോട്ട് നോക്ക്, ഇതിനെന്താ പ്രശ്നം, കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് ലൂഫി ആ മീനിനെ കഴിക്കാൻ തുടങ്ങുമ്പോ നമ്മുടെ ചോപ്പർ ലൂഫി നീ ഒന്ന് വെയിറ്റ് ചെയ്യേ, അതിനെ കഴിക്കാൻ പറ്റുമോ അതോ ഇല്ലയോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയി അവൻ സാഞ്ചിയുടെ ഷെൽഫ് തുറന്ന് അതിന്റെ അകത്തുണ്ടായിരുന്ന കുക്കിങ്ങും റെസിപ്പീസും മീനുകളെ കുറിച്ച് എഴുതി വെച്ച ബുക്ക് എടുത്ത് പരിശോധിക്കുന്നു. അവർക്ക് ഇപ്പൊ കിട്ടിയ മീനിനെ കുറിച്ച് ആ ബുക്കിൽ സാഞ്ചി എഴുതി വെച്ചിട്ടുണ്ട്. ആ മീനിനെ കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ പറ്റും, എന്നാൽ അതിന്റെ തൊലി മാത്രം കഴിക്കാൻ പാടില്ല, അതിലാണ് പോയിസൺ അടങ്ങിയിട്ടുള്ളത്, അത് കളഞ്ഞിട്ട് വേണം കുക്ക് ചെയ്ത് കഴിക്കാൻ. ഈ കാര്യം വായിച്ച് മനസ്സിലാക്കി ചോപ്പർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോയി നോക്കുമ്പോഴേക്കും നമ്മുടെ ലൂഫി അതിന്റെ സ്കിന്നിന്റെ ഒരു പീസ് എടുത്ത് കഴിച്ചു കഴിഞ്ഞു. അതിന്റെ സ്കിന്നിൽ മാത്രം പോയിസൺ ഉണ്ട്, മറ്റുള്ള എല്ലാ ഭാഗവും നമുക്ക് കഴിക്കാം എന്നിങ്ങനെ ചോപ്പർ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ സ്കിന്ന് കഴിച്ച ലൂഫിക്ക് മാത്രം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ശേഷം നാമി സാഞ്ചിയുടെ റെസിപ്പി പ്രകാരം ആ മീനിന്റെ സ്കിന്നൊഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗവും കുക്ക് ചെയ്ത് എല്ലാവരും കഴിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ലൂഫിയുടെ ബോധം പോയി അവൻ താഴെ വീണു. ചോപ്പർ എത്ര ശ്രമിച്ചിട്ടും അവന്റെ കയ്യിലുള്ള ആന്റിബോഡി ലൂഫിയുടെ ദേഹത്തുള്ള പോയിസണെതിരെ പ്രവർത്തിക്കുന്നില്ല. ഇനി ലൂഫിയെ രക്ഷിക്കണമെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ഐലൻഡിലേക്ക് എത്തണം. നാമിക്ക് അവിടെ മുഴുവനായിട്ടും കൺഫ്യൂഷൻ ആവുന്നു. കാരണം അവർ ഒരുപാട് നേരമായിട്ട് മുന്നിലേക്ക് തന്നെ പോകുന്നുണ്ട്, പക്ഷേ ഒരു ഐലൻഡിലേക്ക് പോലും എത്തുന്നില്ല. അടുത്തെങ്ങുമായിട്ട് അവരൊരു ഐലൻഡ് പോലും കാണുന്നില്ല. ലൂഫിയുടെ അവസ്ഥ പോകെ പോകെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവർക്ക് നേരെ മറ്റൊരു ഷിപ്പ് വരുന്നുണ്ട്. അത് കണ്ട് പെക്കോംസ് വിചാരിച്ചു ഇവരകത്തേക്ക് വന്നതറിഞ്ഞ് ബിഗ് മോമിന്റെ ആൾക്കാർ അവരെ തടയാൻ വന്നതാണെന്ന്. പക്ഷേ അത് ബിഗ് മോമിന്റെ ആൾക്കാരുടെ ഷിപ്പല്ല, പകരം അവർക്ക് നേരെ വരുന്നത് ജെർമ 66ന്റെ ഷിപ്പാണ്. ട്രാൻസ്പോണ്ടർ സ്നെയിലിനെ പോലെ ഇരിക്കുന്ന ഒരു പ്രത്യേക തരം ഷിപ്പ്. ഈ ജെർമയുടെ ആൾക്കാർക്ക്, അതായത് വിൻസ്മോക്ക് ഫാമിലിക്ക് കല്ലും മണ്ണും കൊണ്ടുള്ള ഒരു ഐലൻഡ് അവർക്കില്ല. പകരം ഇതുപോലത്തെ ട്രാൻസ്പോണ്ടർ സ്നെയിൽ ഷിപ്പുകളെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വലിയ ഐലൻഡ് ആണ് അവർക്കുള്ളത്. ടെക്നോളജി കൊണ്ടുള്ള ഒരു ഐലൻഡ്. അവർക്ക് മറ്റുള്ള ഐലൻഡുകളെ പോലെ കല്ലും മണ്ണൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു രാജ്യമല്ല അവരുടേത്. അവർ യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ടെക്നോളജിയാണ്. ആ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ഐലൻഡ്. അത് അവർക്ക് എങ്ങനെ വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ജെർമ 66ന്റെ കിങ്ഡം. അതിലെ ഒരു ഷിപ്പ് ഇപ്പൊ സ്ട്രോ ഹാറ്റ്സിന് നേരെ വന്നതിന്റെ കാരണം അവരത് സാഞ്ചിയെ കൊണ്ടുപോകുന്ന കപ്പലാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ സ്ട്രോ ഹാറ്റ്സിന്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷേ ഇപ്പൊ സാഞ്ചി ഓൾറെഡി എത്തേണ്ട സ്ഥലത്തേക്ക് തന്നെ എത്തിക്കഴിഞ്ഞു. ആ കാര്യം വന്ന ആൾക്കാർക്ക് അറിയില്ല. സ്ട്രോ ഹാറ്റ്സിന് നേരെ വരുന്ന കപ്പൽ ബിഗ് മോമിന്റേതല്ല, പകരം ജെർമ 66ന്റേതാണെന്ന് മനസ്സിലാക്കുന്ന സ്ട്രോ ഹാറ്റ്സ് ആവട്ടെ അവര് പുറത്തേക്ക് വന്ന ആ കപ്പലിലേക്ക് നോക്കുമ്പോൾ അതിൽ അവർ സാഞ്ചിയെ കണ്ടു. എന്നാൽ അത് സാഞ്ചി ആയിരുന്നില്ല, പകരം സാഞ്ചിയുടെ അനിയൻ യോഞ്ചി ആയിരുന്നു. വന്നവൻ സാഞ്ചിയാണെന്ന് വിചാരിച്ച് അവരവനെ സാഞ്ചിയെന്ന് അലറി വിളിച്ച് ലൂഫിയെ സഹായിക്കാൻ പറയുന്നു. ലൂഫിയുടെ അവസ്ഥ അപ്പോഴേക്കും വളരെ മോശമായി. എത്രയും പെട്ടെന്ന് ഒരു സഹായം കിട്ടാതെ ലൂഫി രക്ഷപ്പെടാനേ ചാൻസ് ഇല്ല. അപ്പൊ കപ്പലിൽ വന്നവൻ താൻ സാഞ്ചിയല്ല യോഞ്ചിയാണ്, പിന്നെ നിന്നെ പോലത്തെ പൈററ്റ്സിനൊന്നും എനിക്ക് സഹായിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു പോവാണ്. സാഞ്ചിയെ പോലെയല്ല അവന്റെ അനിയന്റെ സ്വഭാവം. ഒരു പ്രിൻസ് ആയതുകൊണ്ട് അതിന്റേതായ അഹങ്കാരം അവനുണ്ട്. ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സാഞ്ചി തങ്കമാണ്, തങ്കം. സ്ട്രോ ഹാറ്റ്സിന് അവൻ യോഞ്ചിയാണെന്ന് മനസ്സിലായി. സാഞ്ചിയല്ല അവന്റെ അനിയൻ യോഞ്ചിയാണ്. എന്നിരുന്നാലും പോകുന്ന ആൾക്കാരെ ഒന്ന് സഹായിച്ചൂടെ? ലൂഫിയുടെ അപ്പോഴത്തെ അവസ്ഥയ്ക്ക് അവൻ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സഹായിക്ക്, ഒന്ന് സഹായിച്ചിട്ട് പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ബ്രൂക്കും മറ്റുള്ള എല്ലാവരും അവനോട് സഹായം ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അവൻ പുല്ല് വിലയാണ് കൊടുത്തത്. നിങ്ങൾ പൈററ്റ്സ് അല്ലേ, അതുകൊണ്ട് പൈററ്റ്സ് ചെയ്യുന്നത് പോലെ എന്നെ തോൽപ്പിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ അവനെ സഹായിച്ചോ എന്ന് യോഞ്ചി അവരോട് പറഞ്ഞു. ആ സമയത്ത് കപ്പലിന്റെ അകത്ത് നിന്ന് ഒരു ലേഡി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവള് വന്നപാടെ യോഞ്ചിയെ കയറി ഒരു ഒറ്റ അടി അടിച്ച് അവനെ കടലിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് അവള് സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പലിലേക്ക് വന്നു. ഈ വന്നവളുടെ പേരാണ് വിൻസ്മോക്ക് റേജു, നമ്മുടെ സാഞ്ചിയുടെ സ്വന്തം ചേച്ചി. സ്ട്രോ ഹാറ്റ്സിന്റെ അടുത്തേക്ക് വന്ന റേജു അവളുടെ അനിയൻ അവരോട് മോശമായിട്ട് സംസാരിച്ചതുകൊണ്ട് അവൾ അവരോട് ആദ്യം മാപ്പ് പറഞ്ഞു. എന്നിട്ട് ലൂഫിയെ കാണുന്ന അവൾക്ക് അവന്റെ ശരീരത്തിലുള്ള പോയിസൺ ഏത് ഫിഷ് കാരണമാണ് ഉണ്ടായതെന്ന് മനസ്സിലായി. ആ പോയിസൺ അവളുടെ ഫേവറേറ്റ് ആണ് എന്ന് പറഞ്ഞ് റേജു പെട്ടെന്ന് ലൂഫിയുടെ ചുണ്ടിൽ കിസ് ചെയ്തു. എന്നിട്ട് അവിടെയും നിർത്താതെ അവൾ അവന്റെ ശരീരത്തിലുള്ള പോയിസൺ മുഴുവനും സക്ക് ചെയ്തെടുക്കുന്നു, ഒരു വാക്യൂം ക്ലീനർ പോലെ. അത് കണ്ടു നിന്ന് എല്ലാവരുടെയും കിളി പറന്നുപോയി, പ്രത്യേകിച്ച് നമ്മുടെ ബ്രൂക്ക്. എന്റെ വൺ പീസ് ഭഗവതിയെ എന്തൊക്കെയാടാ ഇവിടെ സംഭവിക്കുന്നേ? ആരെങ്കിലും ഒക്കെ അവളെ പിടിച്ചു മാറ്റ്, എന്നിട്ട് എന്നെ ആ ഭാഗത്ത് കൊണ്ടുപോയി വെക്ക്. അല്ല അതിരിക്കട്ടെ, എനിക്കിതിന് ചുണ്ടില്ലല്ലോ. ഇപ്പൊ റേജു ലൂഫിയുടെ ശരീരത്തിലെ മുഴുവൻ പോയിസണും വലിച്ചെടുത്ത് അവനെ രക്ഷപ്പെടുത്തി. ലൂഫിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ പോയിസണും അവൾ വലിച്ചെടുത്തത് ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉപയോഗിച്ചിട്ടല്ല. റേജു ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറേ അല്ല. സോ അത്രയും ഡെഡ്ലി ആയിട്ടുള്ള ഒരു പോയിസൺ അവളുടെ ശരീരത്തിലേക്ക് അവൾക്ക് വലിച്ചെടുക്കാൻ കഴിഞ്ഞതിന്റെ കാരണം അതിന് പുറകിൽ ജെർമ 66ന്റെ ടെക്നോളജിയാണ്. റേജുവിന്റെ മറ്റൊരു പേര് ദ പോയിസൺ പിങ്ക് എന്നാണ്. അതായത് എന്തൊരു തരം പോയിസണും അവളുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ അവൾ കേപ്പബിൾ ആണ്. അങ്ങനെ ചെയ്യാൻ അവൾക്ക് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജെർമ 66ന്റെ ടെക്നോളജീസും അവളുടെ ശരീരത്തിലുണ്ട്. ഈ ഒരു പവർ മറ്റാർക്കും ഇല്ല, അവൾക്ക് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ അവളുടെ ശരീരത്തിലേക്ക് വന്നു എന്നുള്ള കാര്യം മാത്രം ഇപ്പൊ ഇവിടെ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ജെർമ 66ന്റെ കയ്യിൽ ഒരുപാടധികം ടെക്നോളജീസ് ഉണ്ട്. അവരിട്ടിരിക്കുന്ന സ്യൂട്ട് പോലും ജെർമയുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ധരിക്കുന്ന സ്യൂട്ട്സ് ആണ്. ആ സ്യൂട്ട് ഹൈലി കോമ്പാക്റ്റബിൾ ആണ്. അത് ഇടുന്ന ആൾക്ക് സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉണ്ടാവും, നല്ല സ്പീഡ് കിട്ടും, ഫയർ റെസിസ്റ്റന്റ് ആണ്, ബുള്ളറ്റ് പ്രൂഫ് ആണ്. അത് ഇടുന്ന ആൾക്ക് ആകാശത്ത് പറന്നു നിൽക്കാൻ പറ്റും. നമ്മുടെ സാഞ്ചിയും CP9ലെ ആൾക്കാരും എയറിൽ ചവിട്ടി ചവിട്ടി പോകുന്നത് പോലെ. ഇങ്ങനെ ഒരുപാടധികം പ്രത്യേകതയുള്ള സൂട്ടാണത്. ഇപ്പൊ ലൂഫിയെ രക്ഷപ്പെടുത്തിയ റേജു അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ
നമ്മുടെ ലൂഫിയുടെ ബോധം വന്നു. അപ്പൊ റേജുവിനെ കാണുന്ന ലൂഫി അവളെ കണ്ട് പെട്ടെന്ന് സാഞ്ചി എന്ന് വിളിക്കുന്നു. എടാ മണ്ട, അതൊരു പെണ്ണാണ്. സത്യമാണോ? ഇതൊരു പെണ്ണാണോ എന്ന് ലൂഫി. എന്നിട്ട് തന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ റേജുവിനോട് ലൂഫി നന്ദി പറഞ്ഞു. അപ്പൊ റേജു ലൂഫിയോട്, ഞാൻ സാഞ്ചിയുടെ ചേച്ചിയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവൻ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവനെ നഷ്ടപ്പെട്ടു. ഇത്രയും വർഷം ഞങ്ങളുടെ അച്ഛൻ അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ വാണ്ടഡ് പോസ്റ്ററിൽ വരെ ഞങ്ങൾ മാറ്റം വരുത്തി. ഡെത്ത് ഓർ അലൈവ് എന്നുള്ള ഭാഗത്ത് അവരുടെ അച്ഛന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഓൺലി അലൈവ് എന്നാക്കി മാറ്റി. അതായത് സാഞ്ചിയെ കിട്ടാൻ വേണ്ടി അവർ ഇത്രയും കാലം കാത്തിരിക്കായിരുന്നു. അവനെ കൊണ്ടുപോയി നല്ലൊരു കല്യാണം കഴിപ്പിച്ച് അവനെ ബാക്കിയുള്ള സമയം സന്തോഷിപ്പിക്കാൻ. ഇപ്പൊ സാഞ്ചിയെ അവർക്ക് ഒരുപാട് വർഷത്തിന് ശേഷം കിട്ടി. സോ അവനെ കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ച് അവനെ ഒന്ന് കണ്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് റേജു അവിടേക്ക് വന്നത്. എന്നിരുന്നാലും കുഴപ്പമില്ല, അവനെ ടീ പാർട്ടിയിൽ വെച്ച് കാണാം. ബിഗ് മോമിന്റെ ഐലൻഡിലെ കല്യാണത്തോടനുബന്ധിച്ച് ഒരു വലിയ പാർട്ടി നടക്കുന്നുണ്ട്. ആ പാർട്ടിയുടെ പേരാണ് ടീ പാർട്ടി. അവിടെ വെച്ച് സാഞ്ചിയെ കണ്ടോളാം എന്ന് പറഞ്ഞ് റേജു അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ നമ്മുടെ ലൂഫി റേജുവിനോട് സീരിയസ് ആയിട്ട്, നിങ്ങൾ ഇവിടേക്ക് വന്നതും എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയതിനും എല്ലാത്തിനും നന്ദി. പക്ഷേ സാഞ്ചി ഞങ്ങളുടെ ക്രൂമേറ്റ് ആണ്. അവൻ എന്റെ ഫ്രണ്ടാണ്. അവന്റെ ഇഷ്ടമില്ലാതെ എന്തെങ്കിലും നടത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഞാൻ അവസാനമായിട്ട് പറയാം, അവൻ എന്റെ ഫ്രണ്ടാണ്. പക്ഷെ ഇത് കേട്ട റേജു പ്രത്യേകിച്ച് അവരോട് സംസാരിക്കാനും നിൽക്കുന്നില്ല. നിങ്ങൾ ഞങ്ങളെയും കണ്ടിട്ടില്ല, ഞങ്ങൾ നിങ്ങളെയും കണ്ടിട്ടില്ല. നമുക്കിടയിലുള്ള കാര്യം ഇവിടെ വെച്ച് അവസാനിച്ചു എന്ന് പറഞ്ഞ് റേജുവും യോജിയും അവിടെ നിന്ന് പോവാണ്. നമ്മുടെ സ്ട്രോ ഹാറ്റ്സും അവരുടെ വഴിക്ക് പോകുന്നു. ആ സമയത്ത് കടലിന്റെ അടിയിലുണ്ടായിരുന്ന ഒരു ഫിഷ്മാൻ അവർ പോകുന്നത് നോക്കി അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം മറ്റൊരാളെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അവരെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിഷ്മാൻ മറ്റാരുമല്ല, നമ്മൾ ഇതിനു മുമ്പ് ഫിഷ്മാൻ ഐലൻഡിൽ വെച്ച് കണ്ട ജീംബയുടെ കൂട്ടാളിയാണ്. അതുപോലെ അവൻ എല്ലാ കാര്യങ്ങളും വിളിച്ച് അറിയിക്കുന്നത് ജീംബയോടാണ്. ലൂഫിയും സ്ട്രോ ഹാറ്റ്സും പോയിക്കൊണ്ടിരിക്കുന്ന വോൾക്കേക്ക് ഐലൻഡിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒരു എംബററിന്റെ ഐലൻഡ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ആർക്കും പെട്ടെന്ന് കയറാൻ കഴിയില്ല. ആരെങ്കിലും കയറാൻ ശ്രമിച്ചാൽ അവരുടെ അന്ത്യമായിരിക്കും. ബിഗ് മോമിന്റെ വോൾക്കേക്ക് ഐലൻഡിന് ചുറ്റും ഒരുപാട് കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ഐലൻഡ്സ് ഉണ്ട്. അതായത് ഒരുപാട് ഐലൻഡുകൾക്ക് നടുവിലാണ് ബിഗ് മോമിന്റെ വോൾക്കേക്ക് ഐലൻഡ്. ഈ വോൾക്കേക്ക് ഐലൻഡും അതിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ ഐലൻഡുകളെയും ചേർത്ത് ഇത്രയും വലിയൊരു കിങ്ഡത്തെ പറയുന്ന പേരാണ് തൊത്തോ ലാൻഡ്. അതിലെ ആ ചെറിയ ചെറിയ ഐലൻഡുകൾ നോക്കാൻ അതിന്റേതായ മിനിസ്റ്റേഴ്സും ഉണ്ട്. ഈ തൊത്തോ ലാൻഡ് ഒരു ഫെയറി ലാൻഡ് പോലെയാണ്. ബിഗ് മോമിന്റെ ഒരു സ്വപ്നമാണ് ഈ തൊത്തോ ലാൻഡ്. ലോകത്തിലെ മുഴുവൻ റേസസിലെ ആൾക്കാരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് ജീവിക്കുക, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുക. സാധാ എല്ലാവരെയും പോലത്തെ മനുഷ്യന്മാര്, ഫിഷ്മാൻസ്, മെർമെയ്ഡുകള്, ഒരു സ്നേക്ക് നെക്ക് എന്ന് പറയുന്ന ട്രൈബിൽ വരുന്ന ജനങ്ങൾ, ലോങ്ങാം ട്രൈബിലെ ജനങ്ങൾ, ഡ്വാർഫുകൾ, മിങ്കുകൾ, തലയിൽ 3 കണ്ണുള്ള ട്രൈബിലെ ജനങ്ങൾ, അങ്ങനെ ഒട്ടനവധി ലോകത്തിലെ ഒട്ടുമിക്ക എല്ലാ റേസസിലെയും ജനങ്ങൾ ഒന്നിച്ചൊരു പ്രശ്നവും ഇല്ലാതെ താമസിക്കുന്ന സ്ഥലമാണ് ടൊട്ടോ ലാൻഡ്. ഇതാണ് ബിഗ് മോമിന്റെ ഡ്രീമും. സോ ലൂഫിയും സ്ട്രോ ഹാറ്റ്സും ബിഗ് മോമിന്റെ ഐലൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അവർക്ക് വോൾക്കേക്ക് ഐലൻഡിലേക്ക് നേരിട്ട് എത്താൻ കഴിയില്ല. പകരം ചുറ്റുമുള്ള ഓരോ ഐലൻഡിലേക്കും കടന്ന് അവിടുത്തെ ചെക്കിംഗ് ഒക്കെ മറികടന്ന് വേണം അവർക്ക് വോൾക്കേക്ക് ഐലൻഡിലേക്ക് പോകാൻ. ഇങ്ങനെ ആദ്യത്തെ ചോക്ലേറ്റ് ഐലൻഡിലേക്ക് കയറുന്നതിന് മുമ്പ് അവരെ ബിഗ് മോമിന്റെ ആൾക്കാർ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ കൂടെ തന്നെ അവരെ സഹായിക്കാൻ പെക്കോംസ് ഇല്ലേ. ഞാൻ ഈ കപ്പല് മാമയ്ക്ക് വേണ്ടി ഒരു പൈറേറ്റ്സിന്റെ അടുത്ത് നിന്ന് മോഷ്ടിച്ചതാണ്. ഇത് മമ്മയ്ക്കുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്ന കാര്യമോ ഈ ഗിഫ്റ്റ് മാമയ്ക്ക് കൊടുക്കുന്ന കാര്യമോ ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞ് പെക്കോംസ് അവരെ ഡീൽ ചെയ്ത് പറഞ്ഞയച്ചു. എന്നിട്ട് പെക്കോംസ് അവർ വന്നിരിക്കുന്ന ഐലൻഡിനെ പറ്റി സ്ട്രോ ഹാറ്റ്സിന് പറഞ്ഞു കൊടുക്കും. ഇത് ചോക്ലേറ്റ് ഐലൻഡ് ആണ്. ഇവിടുത്തെ എല്ലാ വസ്തുക്കളും ചോക്ലേറ്റ് ആണ്. വീട്, ഡ്രസ്സ്, ഇൻസ്ട്രുമെന്റ്സ്, കൺസ്ട്രക്ഷൻസ്, റോഡ്, അങ്ങനെ ഈ ഐലൻഡ് മുഴുവൻ ചോക്ലേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇവിടുത്തെ ചോക്ലേറ്റ് എത്ര വേണമെങ്കിലും കഴിക്കാം, ഇഷ്ടമുള്ള അത്രയും കഴിക്കാം. പക്ഷേ ഒരിക്കലും വീടുകളോ കൺസ്ട്രക്ഷൻസോ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പബ്ലിക് പ്രോപ്പർട്ടീസോ അതൊന്നും കഴിക്കാൻ പാടില്ല. അതൊക്കെ നിയമത്തിനെതിരാണ്. സോ ഇത്രയും കാര്യം മാത്രം നിങ്ങൾ സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പെക്കോംസ് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ നമ്മുടെ ലൂഫിയും ചോപ്പറിനെ അവിടെ കാണുന്നില്ല. അവർ രണ്ടെണ്ണം എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും എപ്പോഴേ ഐലൻഡിലേക്ക് പോയി കഴിഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ ലൂഫി അവന്റെ ബഡി ചോപ്പറും ചോക്ലേറ്റ് ഐലൻഡിലേക്ക് കൊതിയോടെ കയറി അവിടുത്തെ നിയമങ്ങളൊന്നും നോക്കാതെ അവരുടെ കൺമുമ്പിൽ വരുന്ന എല്ലാം എടുത്തു കഴിച്ചു. വീടും ഡ്രസ്സും കൺസ്ട്രക്ഷൻസും. അങ്ങനെ ലൂഫിയും ചോപ്പറും അവർക്ക് വേണ്ടതെല്ലാം കഴിച്ചു. പക്ഷെ ഇതെല്ലാം അവിടുത്തെ നിയമങ്ങൾക്കെതിരായതുകൊണ്ട് ചോക്കോ പോലീസ് എന്ന് പറയുന്ന അവിടുത്തെ പോലീസ് ലൂഫിയും ചോപ്പറിനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ആ സമയത്ത് ഒരു മാജിക് കാർപ്പറ്റില്, ആ കാർപ്പറ്റിന് ജീവനുണ്ട്. അതിൽ കയറി ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്നു. അവിടേക്ക് വന്ന ആ പെൺകുട്ടിയുടെ പേരാണ് പുഡിംഗ്. ഷവർലെറ്റ് ഫാമിലിയിലെ ബിഗ് മോമിന്റെ 35ാമത്തെ മകൾ സാഞ്ചി കല്യാണം കഴിക്കാൻ പോകുന്ന അതേ പുഡിംഗ്. അവളുടെ കഫയാണ് നമ്മുടെ ലൂഫിയും ചോപ്പറും ഒന്നും നോക്കാതെ വെട്ടി വിഴുങ്ങിയത്. പക്ഷെ അവിടേക്ക് വന്ന പുഡിംഗ് അവരുടെ പേരിൽ കേസ് ഒന്നും എടുക്കണ്ട, കാരണം ഈ കഫേ എക്സ്പയർ ആവാനായതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഇവർ ഇതെല്ലാം കഴിച്ചത് എന്ന് പറഞ്ഞ് അവൾ അവരെ രക്ഷപ്പെടുത്തി. ഒരു ക്യൂട്ടായിട്ടുള്ള പാവം പിടിച്ച പെൺകുട്ടി. അവൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം മറ്റുള്ളവരോട് പോലും മാപ്പ് പറയുന്നുണ്ട്. ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് എല്ലാവരും ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം എന്ന് പറഞ്ഞ് വളരെ സ്വീറ്റ് ആയിട്ട് ക്യൂട്ടായിട്ട് അവൾ സംസാരിക്കുന്നു. അവളുടെ ഇത്രയും നല്ല സ്വഭാവം കൊണ്ട് എല്ലാ ജനങ്ങൾക്കും അവളെ വളരെയധികം ഇഷ്ടമാണ്. ശേഷം ആ സ്ഥലത്തേക്ക് നമ്മുടെ നാമി, ബ്രൂക്ക്, പെഡ്രോ, ക്യാരറ്റ് അവരെല്ലാവരും വന്നു. അവിടുത്തെ ജനങ്ങൾക്ക് പെക്കോംസിനെ അറിയാവുന്നതുകൊണ്ട് അവൻ മാത്രം ഷിപ്പിലിരുന്നു. അപ്പൊ അവിടേക്ക് വന്ന പെഡ്രോയെ അവനെ അറിയുന്ന ഏതൊരു മിങ്ക് അവനെ കണ്ട് പെഡ്രോയാണെന്ന് മനസ്സിലായിട്ട് ഓ ക്യാപ്റ്റൻ പെഡ്രോ എന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കാൻ വരുന്നു. പക്ഷെ പെഡ്രോ മിണ്ടി പോവരുത്, ഞാൻ ഇവിടേക്ക് മറ്റൊരു കാര്യത്തിനാ വന്നേ, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന കാര്യം മറ്റാരെയും അറിയിക്കരുത് എന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിട്ടു. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സ് അറിയാത്ത എന്തോ ഒരു കാര്യം പെഡ്രോ
പെഡ്രോയെ അലട്ടുന്ന മറ്റെന്തോ ഒരു കാര്യം അവൻ അവരുടെ അടുത്തുനിന്ന് മറച്ചു വെക്കുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്ന് പറയുന്നില്ല. ഇതിനുശേഷം പുഡിങ്ങിനെ പരിചയപ്പെട്ട സ്ട്രോ ഹാറ്റ്സിനെ അവള് തന്റെ സ്ഥലത്തേക്ക് അവളെ കൊണ്ടുവന്നു. എന്നിട്ട് അവളോട് സംസാരിക്കുമ്പോഴാണ് അവള് പുഡിംഗ് ആണ്, ബിഗ് മോമിന്റെ മകളാണ്, സാഞ്ചി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നത്. അതുപോലെ അവരാരൊക്കെയാണെന്ന് പുഡിംഗ് ചോദിക്കുമ്പോൾ നമ്മുടെ ലൂഫിയെ അറിയാലോ, എന്റെ പേര് മോങ്കി ഡി ലൂഫി, ഞാനാണ് കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ പോകുന്നവൻ എന്ന് എടുത്തടിച്ച് എല്ലാ കാര്യവും പറഞ്ഞു. അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സും മറ്റുള്ളവരും എന്റെ മോനെ നാറി എല്ലാം കൊണ്ടുപോയി തൊലച്ചു, ഈ പെണ്ണ് ഇപ്പൊ നമ്മളെ പൊക്കും എന്നിങ്ങനെ അവര് പേടിച്ചിരിക്കുമ്പോ അവര് സ്ട്രോ ഹാറ്റ്സ് പൈററ്റ്സ് ആണെന്ന് മനസ്സിലാക്കുന്ന പുഡിംഗ് പേടിച്ചിട്ട് ഒരു കത്തിയെടുത്ത് അവർക്ക് നേരെ നീട്ടിപ്പിടിച്ചിട്ട് അലറി നിലവിളിക്കുന്നു. ഉടനെ പെഡ്രോ പെട്ടെന്ന് തന്നെ അവന്റെ കത്തിയെടുത്ത് അവളുടെ കഴുത്തിന് വെച്ചു. ലൂഫി നമ്മൾ ആരാണെന്നുള്ള സത്യം ഇവള് മനസ്സിലാക്കി, അതുകൊണ്ട് ഇവളെ അങ്ങ് തീർത്തേക്കട്ടെ. പെഡ്രോ അവളെ വിട്ടാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഇവിടേക്ക് വന്നത് സാഞ്ചിയെ രക്ഷിക്കാനല്ലേ എന്നുള്ള കാര്യം ലൂഫി പറയുമ്പോ അത് കേട്ട് പുഡിംഗ് അവരെ സഹായിക്കുമെന്ന് പറയുന്നു. കാരണം അവളുടെ അമ്മ ബിഗ് മോം അവരുടെ പൈററ്റ് ക്രൂവിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഇതുപോലെ എല്ലാ പ്രാവശ്യവും ഒരു പൊളിറ്റിക്കൽ മാരേജ് നടത്തും. അതിനും മാത്രം മക്കളും ബിഗ് മോമിനുണ്ട്. 35ാമത്തെ മകൾ പുഡിങ്ങിനെയും കൂടെ ചേർത്ത് അവർക്ക് മൊത്തം 85 മക്കളുണ്ട്. 39 ഗേൾസും 46 ബോയ്സും. അത് കേട്ട് ലൂഫിയുടെ വരെ കിളി പോയി. എന്റെ വൺ പീസ് ഭഗവതിയെ, അവരുടെയൊക്കെ അച്ഛന് ഇതിന് തന്നെ നേരമുള്ളോ? പുള്ളിക്കാരന് വേറെ പണിയൊന്നുമില്ലേ? അതിന് പുഡിങ് അവളുടെ അമ്മ ബിഗ് മോമിന് മൊത്തം 43 ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ അവരെയും കൂടെ ചേർത്താല് മൊത്തം 139 മെമ്പേഴ്സ്. പിന്നെ ബിഗ് മോമിന്റെ മക്കൾക്കും കല്യാണം കഴിഞ്ഞ് അവർക്കും ഒരുപാട് കുട്ടികളുണ്ട്. സോ അവരെയും കൂടെ ചേർക്കുമ്പോൾ ഇവരുടെ ഫാമിലിയുടെ ലെങ്ത് ഒരുപാട് കൂടും. ഒരു ട്രെയിൻ പോലെ ബിഗ് മോം തന്റെ ഓരോ മക്കൾക്കും പൊളിറ്റിക്കൽ മാരേജ് നടത്തുമ്പോഴും അവരുടെ ഫാമിലിയുടെ സ്ട്രെങ്ത് ഇങ്ങനെ കൂടി വരും. സ്വന്തം മക്കൾക്ക് ഇഷ്ടമാണോ എന്ന് പോലും നോക്കാതെയാണ് അവർ ഈ മാരേജ് നടത്താറ്. പക്ഷെ പുഡിങ്ങിന്റെ മറ്റൊരു ചേച്ചി മാത്രം അവളുടെ കല്യാണം നടത്താൻ ചെറുക്കന്മാരെ അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ കല്യാണം വേണ്ടാന്ന് വെച്ച് സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് ഓടിപ്പോയി ഒരു പൈററ്റായി മാറി. മറ്റുള്ളവർക്ക് കല്യാണം എന്നൊരു ഓപ്ഷൻ മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ പുഡിങ്ങിന്റെ ആ ഒരു ചേച്ചി മാത്രം മറ്റൊരു ഓപ്ഷൻ തെരഞ്ഞെടുത്ത് അവിടെ നിന്ന് ഓടിപ്പോയി. ബാക്കിയുള്ള ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ പുഡിങ്ങിന്റെ അവസ്ഥയും അതാണ്. പക്ഷെ അവൾക്ക് സാഞ്ചി ഇഷ്ടപ്പെട്ടു. എന്നിരുന്നാലും സാഞ്ചിക്ക് ആ കല്യാണത്തിന് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് പുഡിങ് സാഞ്ചിയുടെ ഇഷ്ടത്തിന് വേണ്ടി സാഞ്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ കല്യാണം നടക്കണ്ട എന്ന് പറഞ്ഞ് സ്ട്രോ ഹാറ്റ്സിനോട് ഈ മാരേജ് മുടക്കി സാഞ്ചിയെ അവിടെ നിന്ന് സ്ട്രോ ഹാറ്റ്സിന്റെ കൂടെ രക്ഷപ്പെടുത്താൻ അവള് കൂട്ടു നിൽക്കാമെന്ന് പറയാണ്. പക്ഷെ അത് കേൾക്കുമ്പോ പെഡ്രോയ്ക്ക് മാത്രം അവളെ എന്തോ വിശ്വാസമാവുന്നില്ല. എന്തൊക്കെ വന്നാലും അവള് ബിഗ് മോമിന്റെ മകളല്ലേ, തന്റെ അമ്മയെ ചതിക്കാൻ അവള് കൂട്ടു നിൽക്കുവോ? അതും ഇതുവരെ മുൻപരിചയം പോലും ഇല്ലാത്ത ഒരു പൈററ്റ്സിന് വേണ്ടി. അതിന് പുഡിങ് വീണ്ടും അവരോട് ആണായിട്ട് പറഞ്ഞു, ഞാൻ ബിഗ് മോമിന്റെ മകളാണെങ്കിൽ പോലും സാഞ്ചിയുടെ നല്ലതിന് വേണ്ടി, സാഞ്ചിയുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം, നിങ്ങളെ ഞാൻ ചതിക്കില്ല, ഒരിക്കലും അമ്മയോട് ഞാനിത് പറയില്ല എന്ന് പുഡിങ് അവരോട് വീണ്ടും പറഞ്ഞു. ശേഷം അവർക്ക് കൃത്യമായിട്ട് വോൾക്കേക്ക് ഐലൻഡിലേക്ക് പോകാനുള്ള ഒരു മാപ്പ് പുഡിങ് അവർക്ക് വരച്ചു കൊടുത്തു. ഈ മാപ്പ് ഇല്ലാതെ അവർ അവിടേക്ക് പോവുകയാണെങ്കിൽ ഓരോ ചെക്കിംഗ് പോയിന്റ്സിൽ അവർ കുടുങ്ങും. അവർക്കത് കൂടുതൽ പ്രശ്നമായിട്ട് മാറും. പക്ഷെ മാപ്പ് കയ്യിലുള്ളതുകൊണ്ട് ഏതൊക്കെയാണ് ചെക്കിംഗ് പോയിന്റ്സ് എന്ന് മനസ്സിലാക്കി അവർക്ക് പെട്ടെന്ന് കൃത്യമായിട്ട് വോൾക്കേക്ക് ഐലൻഡിലേക്ക് എത്താൻ പറ്റും. പിന്നെ അവരവിടേക്ക് എത്തുമ്പോൾ അവരെ സഹായിക്കാൻ പുഡിങ് അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാ രീതിയിലും പുഡിങ് അവരെ സഹായിക്കുകയാണ്. അങ്ങനെ പുഡിങ് കൊടുത്ത മാപ്പുമായിട്ട് അവരെല്ലാവരും തിരിച്ച് ഷിപ്പിലേക്ക് വരുമ്പോൾ അവിടെയൊന്നും പെക്കോംസിനെ കാണുന്നില്ല. അവരവിടെ മൊത്തം പെക്കോംസിനെ അന്വേഷിക്കുമ്പോൾ ഷിപ്പിന്റെ ഒരു ഭാഗത്തെ ചുമരില് പെക്കോംസ് ഒരു വാണിംഗ് എന്ന രീതിയിൽ അവർക്ക് വേണ്ടി എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ നിൽക്കാൻ പാടില്ല, തിരിച്ചു പോകണമെന്ന്. അതായത് പെക്കോംസിനെ ആരോ കടത്തിക്കൊണ്ടുപോയി. പോകുന്നതിന് മുമ്പ് അവർക്കൊരു വാണിംഗ് കൊടുക്കാമെന്ന രീതിയിൽ എഴുതി വെച്ചതാണിത്. അത് കാണുമ്പോൾ എല്ലാവരും കുറച്ച് അലേർട്ട് ആവുന്നുണ്ട്. അപ്പോൾ അത് കണ്ട ലൂഫി, സോ ഇതിന്റെ അർത്ഥം നമ്മൾ തിരിച്ചു പോയിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെയാണ് പ്രശ്നമെന്നല്ലേ, അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഈ ഒരു കാര്യം ഉണ്ടായിരിക്കട്ടെ. പക്ഷേ നമുക്കിപ്പോ വണ്ടി എടുക്കാം എന്ന് പറഞ്ഞ് ലൂഫി തിരിച്ചു പോവാൻ കൂട്ടാക്കാതെ അവരോട് വീണ്ടും മുന്നിലേക്ക് തന്നെ പോവാൻ ആവശ്യപ്പെടുകയാണ്. അതായത് ഇതിനൊന്നേ അർത്ഥമുള്ളൂ, ഈ ഒരു യാത്രയിൽ ഒരിക്കലും തിരിച്ചു പോകില്ല. അവരുടെയൊക്കെ ജീവൻ ആപത്തുണ്ടെങ്കിൽ പോലും സാഞ്ചിയെ രക്ഷിക്കാൻ വേണ്ടി പുഡിങ് കൊടുത്ത മാപ്പുമായിട്ട് അവരെല്ലാവരും വോൾക്കേക്ക് ഐലൻഡിൽ ലക്ഷ്യമാക്കി പോകുന്നു. അവിടെ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ കാണിക്കുന്നത് വോൾക്കേക്ക് ഐലൻഡിൽ നടക്കാൻ പോകുന്ന ടീ പാർട്ടിക്ക് വേണ്ടി അവർക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട്. കേക്ക് ഉണ്ടാക്കാനും മറ്റുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ബിഗ് മോമിന്റെ ആൾക്കാർ ആ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഐലൻഡിലേക്ക് പോയിട്ട് അവിടുത്തെ ജനങ്ങളെ അടിച്ചു തോൽപ്പിച്ച് ബലം പ്രയോഗിച്ച് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അവർക്ക് ഒരാളെ പോലും പേടിയില്ല. എല്ലാവരെയും അടിച്ച് തോൽപ്പിച്ച് ബലം പ്രയോഗിച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരിക. ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ന്യൂ വേൾഡിലെ മറ്റൊരു ഐലൻഡിലെ ഒരു സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ തന്നെ 2 ടീമായിട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു. ഒന്ന് രാജാവിന്റെ ടീമും ഒന്ന് ജനങ്ങളും. ഡോഫ്ലമിംഗോ ലൂഫിയുടെ കൈകൊണ്ട് തോൽക്കുന്നതിന് മുമ്പ് വരെ അവിടുത്തെ രാജാവിന്റെ ടീമിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വെപ്പൺസ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഡോഫ്ലമിംഗോയാണ്. പക്ഷേ ഡോഫ്ലമിംഗോ തോറ്റുപോയതോടെ അവരുടെ വെപ്പൺ സപ്ലൈ അവസാനിച്ചു. അവർ ഏറെക്കുറെ ആ ഒരു സിവിൽ വാറിൽ തോൽക്കാറായി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ടീം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു ഫൈറ്റിൽ അവരെ സഹായിക്കാൻ ജർമ 66 പൈസ കൊടുത്ത് അവരെ വിളിച്ചു വരുത്തി. അങ്ങനെ അവരെ സഹായിക്കാൻ അവിടേക്ക് വരുന്ന ജർമ 66 ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ സാഞ്ചിയുടെ മുതിർന്ന 2 ചേട്ടന്മാര് വിൻസ്മോക്ക് ഇച്ചിജി ആൻഡ് വിൻസ്മോക്ക് നിജി. ഇവർക്ക് 2 പേർക്കും ജർമ ടെക്നോളജി കാരണം സൂപ്പർ ഹ്യൂമൻ പവേഴ്സ് ഉണ്ട്. വന്ന 2 പേരും വെറും 3 മണിക്കൂർ കൊണ്ട് അവിടുത്തെ സിവിൽ വാർ അവസാനിപ്പിച്ചു. അവർക്ക് പൈസ കൊടുത്ത ടീമിന് വേണ്ടി മറ്റൊരു ടീമിനെ അവർ തോൽപ്പിച്ചു. ആ ടീമിനെ അവർ നിമിഷ നേരം കൊണ്ട് വകവരുത്തി. 3 മണിക്കൂർ കൊണ്ട് പണിയും കഴിഞ്ഞ് പൊടിയും തട്ടി അവര് പോയി അവരുടെ അനിയന്റെ മാരേജ് കാണാൻ വേണ്ടി.
വേണ്ടി. ഈ സമയത്ത് സാഞ്ചിയും ജെർമയുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ വോൾക്കേക്ക് ഐലൻഡിലെ ടീ പാർട്ടിക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് മോമിന് പെട്ടെന്ന് പ്രാന്തായി. അതെ, ബിഗ് മോമിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രാന്താവും. പുള്ളിക്കാരത്തേക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ പെരിയ തള്ളക്ക് വേണ്ട സാധനം കഴിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പ്രാന്താവും. ആ സമയത്ത് പുള്ളിക്കാരിയുടെ മുമ്പിൽ കാണുന്നത് എന്തും പുള്ളിക്കാരി എടുത്ത് കഴിക്കും. എല്ലാ സ്ഥലവും ഈ പെരിയ തള്ള നശിപ്പിക്കും. മുന്നിലേക്ക് വരുന്ന ആൾക്കാരെ കൊല്ലും. ഇപ്പൊ ഈ സമയത്ത് പെരിയ തള്ളക്ക് പ്രാന്തായത് ക്രോക്കംബുഷ് എന്ന് പറയുന്ന ഒരു ഡെസേർട്ട് കഴിക്കാൻ കിട്ടാത്തതുകൊണ്ടാണ്. അങ്ങനെ അത് കഴിക്കാൻ കിട്ടാത്ത ദേഷ്യത്തില് പുള്ളിക്കാരി ആ സ്ഥലം മുഴുവൻ അടിച്ച് തകർക്കാൻ ആരംഭിച്ചു. കൂടാതെ പെരിയ തള്ളയുടെ സ്വന്തം മകൻ അവർ ആ സ്ഥലം നശിപ്പിക്കുന്നത് തടയാൻ ശ്രമിക്കുമ്പോൾ അവർ അയാളെ കൊന്നു കളഞ്ഞു. ഒരു ബോധവും ഇല്ലാത്ത പെരിയ തള്ള കൺമുമ്പിൽ കാണുന്ന എല്ലാവരെയും കൊന്നു കളയും. ബിഗ് മോം ഒരു ഡേൾ ഫ്രൂട്ട് യൂസറാണ്. സൊറു നോമി, അതായത് സോൾ ഫ്രൂട്ട്, ഒരു പാരമീസിയ ടൈപ്പ് ഡേൾ ഫ്രൂട്ട്. ആ ഫ്രൂട്ട് കഴിക്കുന്ന ആൾക്ക് കിട്ടുന്ന പവറാണ് സോൾ മാനിപ്പുലേഷൻ. അതായത് ഒരു മനുഷ്യന്റെ സോള്, അവരുടെ ആയുസ് അവർക്ക് എടുക്കാൻ പറ്റും. ആ സോൾ എടുത്ത് മറ്റൊന്നിലേക്ക് കൊടുക്കാം, മറ്റൊന്നിനെ ജീവിപ്പിക്കാം. സ്വന്തം സോൾ സ്പ്ലിറ്റ് ചെയ്ത് മറ്റൊരു വസ്തുവിലേക്ക് കൊടുത്ത് അതിനെ ജീവിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു നെഗറ്റീവ് പാർട്ട്. ആ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ആളെ കണ്ട് ഒപ്പോണന്റ് പേടിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അയാളുടെ ആയുസ് എടുക്കാൻ കഴിയില്ല, അയാളുടെ സോളിനെ തൊടാൻ കഴിയില്ല. തന്നെ കണ്ട് പേടിക്കുന്നവരാരാണോ അവരുടെ സോൾ അവർക്ക് എടുക്കാൻ പറ്റും. ഇതാണ് സൊറു നോമിയുടെ പവർ. ഇങ്ങനെ സോൾ മാനിപ്പുലേഷന്റെ പവർ ഉപയോഗിച്ച് പെരിയ തള്ള തന്റെ സ്വന്തം മകന്റെ സോൾ പറിച്ചെടുത്ത് അവനെ കൊന്നു കളഞ്ഞു. എന്നിട്ട് അവിടെയും നിൽക്കാതെ ആ സ്ഥലം മുഴുവൻ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രോക്കംബുഷ് എന്ന് പറയുന്ന ആ ഡെസേർട്ടുമായിട്ട് നമ്മുടെ ജീംബയുടെ ഒരു ഒന്നൊന്നര എൻട്രി ഉണ്ട്. ആ ഡെസേർട്ടുമായിട്ട് വരുന്ന ജീംബെ പെരിയ തള്ളയുടെ വായയിലേക്ക് ആ സാധനം കുത്തി തിരികെ കൊടുത്തു. അങ്ങനെ ഡെസേർട്ട് കഴിക്കുന്ന ബിഗ് മോമിന്റെ പ്രാന്തൊക്കെ മാറി അവര് പഴയ രീതിയിലേക്ക് മാറി. അപ്പോഴാണ് നമ്മുടെ ജീംബെ തനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ബിഗ് മോമിനോട് പറയുന്നേ. അത് കേട്ട പെരിയ തള്ള, നീ എന്റെ ക്രൂവ് വിട്ട് പോവുകയാണെന്ന് മാത്രം പറയരുത് ജീംബെ എന്ന് പറഞ്ഞ് ബിഗ് മോം ജീംബയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ അവനെ തന്റെ ക്യാസലിലേക്ക് വിളിച്ചോണ്ട് പോവാണ്. സത്യത്തിൽ ജീംബെ പറയാൻ പോകുന്ന കാര്യം അവന് ബിഗ് മോമിന്റെ ക്രൂവിൽ നിന്ന് പോകണമെന്നാണ്. ജീംബയുടെ മനസ്സ് മുഴുവനും പണ്ട് ലൂഫി അവനെ തന്റെ ക്രൂവിലേക്ക് ഇൻവൈറ്റ് ചെയ്ത കാര്യമാണ്. തന്റെ സ്വന്തം അനിയനെ എയ്സ് നോക്കാൻ പറയുന്നതും പിന്നീട് എയ്സ് മരിക്കുന്നതും ലൂഫിയെ ജീംബെ സഹായിക്കുന്നതും ഫിഷ്മാൻ ഐലൻഡ് അവൻ രക്ഷപ്പെടുത്തുന്നതും അവനെ ക്രൂവിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതും അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ബിഗ് മോമിന്റെ കൂടെ പോകുന്ന ജീംബയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ ആൾക്കാരുടെ ഇടയിൽ വെച്ച് അവൻ ലൂഫിയുടെ ക്രൂവിലേക്ക് ചേരാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം അവൻ എല്ലാവരോടും പറഞ്ഞു. എനിക്ക് സ്ട്രോ ഹാറ്റ് ലൂഫിയുടെ കൂടെ ചേരണം, ഞാൻ അവന് വാക്ക് കൊടുത്തതാണ്. എനിക്ക് വിശ്വാസമുണ്ട് ഈ ലോകത്തെ മുഴുവനായിട്ടും അവൻ ഒരു ദിവസം മാറ്റും. അവന് പ്രായം കുറവാണ്, വളരെ ചെറുപ്പമാണ്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള 4 എംപറേഴ്സിലെ ഒരാൾക്ക് പോലും കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ കഴിയില്ല. അവരാരും അതിന് യോഗ്യരല്ല. പക്ഷേ സ്ട്രോ ഹാറ്റ് ലൂഫി അവരെക്കാൾ ഒരുപാട് വ്യത്യസ്തനാണ്. ആ പയ്യൻ എന്തോ ഒരു സ്പെഷ്യലാണ്. അതുകൊണ്ട് എന്റെ ശക്തി, എന്റെ കഴിവ് മുഴുവനും അവന് വേണ്ടി ഉപയോഗിക്കണം. എനിക്ക് അവന്റെ ക്രൂവിൽ ചേരണം, എനിക്ക് അവന്റെ ഷിപ്പിൽ റൈഡ് ചെയ്യണം. എന്റെ ജീവിതം മുഴുവൻ എനിക്ക് അവന് വേണ്ടി മാറ്റിവെക്കണം. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, അവൻ ഉണ്ടാക്കുന്ന ലോകം ഫിഷർമാന് തികച്ചും ഫ്രീ ആയി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കും. ജീംബെ ഇങ്ങനെ ലൂഫിയെ കുറിച്ച് വാദോരാതെ സംസാരിക്കുമ്പോൾ അവന്റെ ചുറ്റുമിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ജീംബയ്ക്ക് ലൂഫിയെ അത്രയധികം ഇഷ്ടമായെന്ന് മനസ്സിലായി. അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന അവന്റെ ആൾക്കാര്, നിങ്ങളുടെ തീരുമാനം എന്താണോ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾക്ക് ആരുടെ കൂടെയാണോ പോകാൻ ഇഷ്ടം, നിങ്ങൾ അവരുടെ കൂടെ പോയിക്കോ, ഞങ്ങൾക്ക് അതിൽ യാതൊരു എതിർപ്പുമില്ല. ഇന്നിതുവരെ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ച് ഞങ്ങളെ സഹായിക്കുകയായിരുന്നു. ഞങ്ങളുടെ നല്ലതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ കിങ് നെപ്റ്റ്യൂണിന്റെ ആർമി ക്വിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി വേൾഡ് ഗവൺമെന്റിന്റെ കൂടെ ചേർന്നു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ബിഗ് മോമിന്റെ കൂടെ ചേർന്നു. ഇനിയും നിങ്ങളുടെ തീരുമാനം എന്താണോ അതും ഞങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് ബോസ് ജീംബെ, നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ അത് ചെയ്യൂ മനുഷ്യ. വെറുതെ ഞങ്ങളോട് ചോദിച്ചു നിൽക്കാതെ പോ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോ എന്ന് പറഞ്ഞ എല്ലാവരും ജീംബയെ പ്രോത്സാഹിപ്പിച്ചു. ജീംബയുടെ കൂടെയുള്ള അവന്റെ സഹായി അലാദിൻ നേരത്തെ സ്ട്രോ ഹാറ്റ്സിന്റെ നീക്കങ്ങളെല്ലാം ജീംബയെ അപ്പൊ അറിയിച്ച ആ ഫിഷ്മാൻ ബിഗ് മോമിന്റെ മകളായ ഒരു ഷാർക്ക് മെർമെയ്ഡിനെയാണ് കല്യാണം കഴിച്ചത്. അവളുടെ പേര് ഷവർലറ്റ് പ്രാലിൻ, ഒരു ഹാമർ ഹെഡ് ഷാർക്ക് മെർമെയ്ഡ്. അപ്പൊ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് അലാദിൻ എന്ത് ചെയ്താലും പുള്ളിക്കാരി അയാളുടെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ബിഗ് മോമിന്റെ കൂടെ ക്യാസലിലേക്ക് വന്ന ജീംബെ തനിക്ക് ബിഗ് മോമിന്റെ ക്രൂവിൽ നിന്ന് പോകണമെന്ന് പറയുന്നു. അത് കേട്ട് പെരിയ തള്ളയ്ക്ക് ആദ്യം ദേഷ്യം വന്നെങ്കിലും പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവൻ അവിടുന്ന് പോകുന്നതിന് മുമ്പ് പെരിയ തള്ള അവനൊരു പണിഷ്മെന്റ് കൊടുക്കും. അതെന്താണെന്ന് വെച്ചാൽ റൂളറ്റ് എന്ന് പറയുന്ന ഒരു സ്പിന്നിംഗ് വീല് അത് അവൻ കറക്കണം. ആ വീലിൽ ഒരുപാട് പണിഷ്മെന്റ്സ് ഉണ്ട്. അതിൽ അവൻ കറക്കുമ്പോൾ കിട്ടുന്ന പണിഷ്മെന്റ് അവൻ ഏറ്റുവാങ്ങണം. സോ പെരിയ തള്ളയുടെ മുമ്പിൽ നിൽക്കുന്ന ജീംബെ അതിനുവേണ്ടി തയ്യാറാവുന്നു. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ മറ്റൊരു ഭാഗത്ത് പുഡിംഗ് കൊടുത്ത മാപ്പ് അനുസരിച്ച് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് കടല് കടന്ന് വോൾക്കേക്ക് ഐലൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു വലിയ മോൺസ്റ്റർ അവരെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അതിനെ നമ്മുടെ ലൂഫി സിമ്പിൾ ആയിട്ട് അടിച്ച് തോൽപ്പിച്ചു. ശേഷം അവർ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ അവർ മിക്സഡ് ജ്യൂസിന്റെ കടലിലേക്ക് എൻ്റർ ആയി. അതായത് അവരുടെ ഷിപ്പ് പോകുന്ന കടല് അത് മിക്സഡ് ജ്യൂസ് ആയിട്ട് മാറി. പിന്നെ അവരുടെ ഷിപ്പിന്റെ എത്ര വലുപ്പമുള്ള ഒരു വാട്ടർ മെലൺ, പീച്ച്, ഓറഞ്ച് അതിനൊക്കെ ജീവനുണ്ട്. അത് മോൺസ്റ്റേഴ്സ് ആണ്. എന്നാൽ ലൂഫിയുടെ അടുത്ത കളി, ലൂഫി അതിനെയൊക്കെ അടിച്ച് കൊന്ന് അവൻ തന്നെ പല പീസാക്കി കഴിക്കും. ഇതിനുശേഷം സമയം രാത്രിയായി. ഐസ് പോലെ കട്ടയായി കിടക്കുന്ന ഒരു കടലിലേക്ക് അവർ എൻ്റർ ആയി. അത് ഐസ് അല്ല, പകരം അത് ഷുഗർ ആണ്. അതിന് ചുറ്റും കടിക്കുന്ന ഉറുമ്പുകളുണ്ട്. പക്ഷെ അവരങ്ങൾ ഉറങ്ങുകയാണ്. അപ്പൊ നമ്മുടെ സ്ട്രോ ഹാറ്റ്സും ബാക്കിയുള്ളവരും തീയൊക്കെ കത്തിച്ച് കട്ടയായി കിടക്കുന്ന ആ ഷുഗർ ഉരുക്കി അവരുടെ കപ്പൽ മുന്നോട്ട്
മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് പെഡ്രോ അവന് വോൾ കേക്ക് ഐലൻഡിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ വോൾ കേക്ക് ഐലൻഡിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിയുന്നേ എന്ന് അവർ ചോദിക്കുന്നു. അപ്പൊ അവൻ ഇത്രയും നേരം മറച്ചു വെച്ച് അവനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പെഡ്രോയും പെക്കോംസും ഒരുമിച്ച് ഒരു പൈററ്റ്സ് ആയിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അന്ന് പെഡ്രോയുടെ ലക്ഷ്യം ബിഗ് മോമിന്റെ കയ്യിലുണ്ടായിരുന്ന പോണിഗ്ലിഫിന്റെ ഒരു കോപ്പി എടുത്ത് അത് ക്യാറ്റ് വൈപ്പറിന്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കണം എന്നായിരുന്നു. അപ്പൊ അവരുടെ കയ്യിൽ 2 റോഡ് പോണിഗ്ലിഫ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ക്യാറ്റ് വൈപ്പറിനെ സഹായിക്കാനാണ് പെഡ്രോ അന്ന് ഇറങ്ങി തിരിച്ചത്. പക്ഷേ ആ യാത്രയിൽ പെഡ്രോയ്ക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ നടന്നു. ബിഗ് മോമിന്റെ വോൾ കേക്ക് ഐലൻഡിലേക്ക് എത്തിയ പെഡ്രോ ദാരുണമായിട്ട് തോറ്റുപോയി. അവരുടെ മുന്നിൽ അവൻ പരാജയപ്പെട്ടു. ഈ കാര്യങ്ങളൊക്കെ പെഡ്രോ അങ്ങനെ ആരോടും പറയാറില്ല. ഈ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും പറയുമ്പോൾ അവന്റെ മുഖത്തുണ്ടാവുന്ന പേടി, സങ്കടം, കുറ്റബോധം, നിസ്സഹായ അവസ്ഥ, അങ്ങനെ എല്ലാം കൊണ്ടും അവൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു പാസ്റ്റ് ആണത്. പക്ഷേ സ്ട്രോ ഹാറ്റ്സിനോട് അവൻ എല്ലാ കാര്യവും പറയും, അവരെ സഹായിക്കും, അവരുടെ കൂടെ നിൽക്കും. അതിന് മറ്റൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് പെഡ്രോ സ്ട്രോ ഹാറ്റ്സിനോട് പറയുന്നുണ്ട്. സോ ഐലൻഡിലെ റോഡ് പോണിഗ്ലിഫ്, അതായത് മിങ്കുകൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുവരുന്ന ആ റോഡ് പോണിഗ്ലിഫ്, അത് അവർ ഒരിക്കലും മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാറേയില്ല. കോസുക്കി ക്ലാനിലെ ആൾക്കാരല്ലാതെ അവരത് മറ്റാർക്കും കാണിക്കില്ല. പക്ഷേ 26 വർഷങ്ങൾക്ക് മുമ്പ് ഗോൾഡി റോജറും തന്റെ ക്രൂവും അവിടേക്ക് വന്നപ്പോൾ അത് അവർക്ക് മാത്രം കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ആ പോണിഗ്ലിഫ് അവർ പുറത്തു നിന്നുള്ള ഒരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതും നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ. അതിനർത്ഥം സോയിലെ രാജാക്കന്മാര് ക്യാറ്റ് വൈപ്പറും ഡ്യൂക്കും നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ വിശ്വസിക്കുന്നുണ്ട്. അതും ചെറിയൊരു വിശ്വാസമല്ല. ഗോൾഡി റോജർ എങ്ങനെയായിരുന്നോ, ഗോൾഡി റോജർ അവർക്ക് എങ്ങനെയായിരുന്നോ അതുപോലെ അവർക്ക് ലൂഫിയും തോന്നി. ലൂഫിക്ക് മാത്രം എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. അവൻ സ്പെഷ്യലാണ്. ഗോൾഡി റോജറിനുണ്ടായിരുന്ന ക്വാളിറ്റീസ് അത് ലൂഫിക്കും ഉണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവർ ആ പോണിഗ്ലിഫ് സ്ട്രോ ഹാറ്റ്സിനും കാണിച്ചു കൊടുത്തത്. ഇപ്പൊ പെഡ്രോയും ലൂഫി അതുപോലെ വിശ്വസിക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളായിട്ട് ക്യാറ്റ് വൈപ്പറിനും ഡ്യൂക്കിനും ലൂഫിയെ തോന്നിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ പെഡ്രോയ്ക്കും തോന്നുന്നുണ്ട്. സോ ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും സാഞ്ചിയെ രക്ഷിക്കാന്നുള്ള ഒരു ഒറ്റ മിഷൻ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവർ വേറൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ പെഡ്രോ അവരോട് നിങ്ങൾ സാഞ്ചിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം അവരിത് ഇവിടേക്ക് വന്നത്. ഇവിടെ മറ്റൊരു റോഡ് പോണിഗ്ലിഫും കൂടെയുണ്ട്. അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ എടുക്കണം. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം കാണാൻ പറ്റുള്ളൂ. പക്ഷേ സാഞ്ചിയെ രക്ഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ പോണിഗ്ലിഫ് എടുക്കുന്ന മിഷൻ ഞാൻ ഏറ്റെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇവിടെ വെച്ച് പറ്റിയ തെറ്റ് അതെനിക്ക് മാറ്റാനും പറ്റും എന്ന് പെഡ്രോ അവൻ ആ പോണിഗ്ലിഫ് അവർക്ക് വേണ്ടി എടുക്കാന്ന് പറയുന്നു. സോ ഇവിടേക്ക് വന്ന സ്ട്രോ ഹാറ്റ്സിന് ഇപ്പൊ 2 മിഷൻ ഉണ്ട്. ഒന്ന് മാരേജ് കൊളമാക്കുക, സാഞ്ചിയെ രക്ഷിക്കുക. 2 ബിഗ് മോം ഒളിപ്പിച്ചു വെച്ച പോണിഗ്ലിഫ് കണ്ടെത്തി അതിന്റെ ഒരു കോപ്പി എടുക്കുക. അങ്ങനെ ഇതിനുശേഷം അടുത്ത ദിവസം രാവിലെ ആവുന്നു. സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും കപ്പലിലൂടെ പതിയെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലൂഫി ആ കാഴ്ച കണ്ടു. അവര് തേടി വന്ന പെരിയ തള്ളയുടെ വലിയ ഐലൻഡ്, ദ വോൾ കേക്ക് ഐലൻഡ്. ആ ഐലൻഡ് മുഴുവനായിട്ട് ഉണ്ടാക്കിയത് കേക്ക് കൊണ്ടാണ്. കൂട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കേക്കാണ് പെരിയ തള്ളയുടെ കോട്ട. ഇപ്പൊ വോൾ കേക്ക് ഐലൻഡിന്റെ അടുത്തെത്തിയ ലൂഫി അവിടെ കരയിൽ സാഞ്ചി നിൽക്കുന്നതായിട്ട് കണ്ടു. അവൻ കണ്ടത് സാഞ്ചിയെ തന്നെയാണ്. അത് അവന് ഉറപ്പാണ്. അതുകൊണ്ട് ലൂഫി അവൻ കേൾക്കെ ഹേയ് സാഞ്ചി എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നു.